ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൈജു നമ്പർ 8 എന്ന ജാപ്പനീസ് അനിമേ TV സീരീസിന്റെ സീസൺ 1 12ാമത്തെയും ഏറ്റവും അവസാനത്തെയും എപ്പിസോഡാണ്. ഇതോടുകൂടി ഈ സീസൺ അവസാനിക്കുകയാണ്. അടുത്തതായി ഞാൻ ഏതെങ്കിലും ആനിമേ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ താച്ചിക്കാവ ബേസിലെ എക്സസൈസ് റൂമിൽ റെനോയും ഇഹാറുവും വർക്കൗട്ട് ചെയ്യുന്നത് കാണിക്കുന്നു. കഫ്കയെ കുറിച്ചുള്ള ആശങ്കകൾ മാത്രമല്ല, ട്രാൻസ്ഫർ നടത്തുവാനുള്ള സമ്മർദ്ദവും അവർക്കുണ്ട്. അടുത്ത തവണ കഫ്കയെ സംരക്ഷിക്കുവാൻ തനിക്ക് കൂടുതൽ ശക്തനാകണമെന്ന് റെനോ പറയുന്നു. കഫ്ക 3rd ഡിവിഷനിലേക്ക് മടങ്ങിയെത്തുമെന്ന് അവൻ വിശ്വസിക്കുന്നു. അതു കേട്ട് ഇഹാറുവും തന്റെ വർക്കൗട്ട് തുടരുന്നു. അതേസമയം കൈജു നമ്പർ 8ന്റെ കാര്യം ചർച്ച ചെയ്യുവാൻ മീന ആഷിറോ തലസ്ഥാനത്തേക്ക് പോകുന്നു. ഇഷാവോ ഷിനോമിയയുടെയും കൈജു നമ്പർ 8നും ഇടയിലുള്ള പോരാട്ടം അപ്പോഴും അവസാനിക്കുന്നതിന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. കഫ്കയുടെ ശരീരത്തിന്റെ നിയന്ത്രണം അവന്റെ ഉള്ളിലുള്ള കൈജു ഏറ്റെടുത്തതിനാൽ കഫ്കയ്ക്കിപ്പോൾ നിയന്ത്രണമില്ല. കൈജു നമ്പർ 2ന്റെ ശരീരം കൊണ്ടുണ്ടാക്കിയ ആയുധം ഉപയോഗിക്കുന്ന ഇഷാവോ ഒരു ഡൈക്കൈജു ആണെന്ന് അത് തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് ആ ഭീഷണി ഇല്ലാതാക്കുവാൻ അത് തീരുമാനിക്കുന്നു. അത് മനുഷ്യരഹിതമായ രീതികളിലൂടെ തന്റെ ശരീരം വളച്ചൊടിച്ചുകൊണ്ട് ഏത് രീതിയിലും ഇഷാവോയെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നു. ശരിക്കും ഒരു മൃഗത്തെ പോലെ പോരാടുന്ന ഒരു എതിരാളിയോട് തനിക്കൊരിക്കലും ഒരു മനുഷ്യനെ പോലെ പോരാടുവാൻ ആവില്ലെന്ന് ഇഷാവോ മനസ്സിലാക്കുന്നു. എന്നാൽ കഫ്ക അവന്റെ മനസ്സിനുള്ളിൽ നിശ്ചലനാണ്. കൈജു നമ്പർ 8നോട് നിർത്തുവാൻ ആക്രോശിക്കുക മാത്രമാണ് അവനു ചെയ്യാൻ കഴിയുന്നത്. നമ്പർ 8 തന്റെ പിതാവിനെതിരെ മറ്റൊരു ആക്രമണത്തിന് തയ്യാറാകുമ്പോൾ ഷിനോമിയ ഞെട്ടലോടെ നോക്കി നിൽക്കുന്നു. ഇഷാവോ തിരിച്ചാക്രമിക്കുമ്പോൾ കൈജു നമ്പർ 8 അവന്റെ മുന്നിൽ നിന്ന് അപ്രതീക്ഷിതമാകുകയും അവന്റെ പിന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ആ ഹോൾഡിംഗ് സെൽ മുഴുവൻ കുലുങ്ങുകയും ചെയ്യുന്നു. എന്നാൽ കഫ്കയെ പൂർണ്ണമായി ഇല്ലാതാക്കുവാൻ ഇഷാവോ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അവൻ മനുഷ്യരൂപത്തിലായിരുന്നപ്പോൾ തന്നെ അത് ചെയ്തേനെ എന്ന് ഒബ്സർവേഷൻ റൂമിൽ നിന്ന് നിരീക്ഷിക്കുന്ന ഉദ്യോഗസ്ഥരിൽ ഒരാൾ പറയുന്നു. ഇഷാവോ കഫ്കയെ ശരിക്കും ടെസ്റ്റ് ചെയ്യുകയാണോ എന്ന് ഷിനോമിയ ചിന്തിക്കുന്നു. മറ്റൊരിടത്ത് മീന ആഷിറോയെ തലസ്ഥാനത്തേക്ക് വിളിപ്പിച്ചതിന്റെ കാരണം അറിയുവാൻ കഫ്കയുടെ ടീം അംഗങ്ങളായ ഹാറുയിച്ചിയും ആവോയും കാത്തിരിക്കുന്നു. കഫ്ക ഒരു കൈജു ആണെങ്കിലും അവന്റെ പ്രവൃത്തികളാണ് അവൻ യാഥാർത്ഥ്യത്തിൽ ആരാണെന്ന് തെളിയിക്കുന്നതെന്ന് ആവോയി പറയുന്നു. ഇഷാവോയുടെയും കൈജു നമ്പർ 8ന്റെയും ഇടയിലുള്ള പോരാട്ടം തുടരുന്നു. ഇഷാവോ മറ്റൊരു നല്ല ഹിറ്റ് നടത്തിയിരുന്നെങ്കിലും കൈജു നമ്പർ 8 അവനെ നല്ല രീതിക്ക് മുറിവേൽപ്പിക്കുന്നു. അതിന്റെ വലുപ്പവും ശക്തിയും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇഷാവോയുടെ വിശ്വാസം വീണ്ടെടുക്കുവാനും ഷിനോമിയയുടെ പിതാവിനെ കൊല്ലുന്നതിൽ നിന്ന് നമ്പർ 8നെ തടയുവാനും കഫ്ക ഉള്ളിൽ ബുദ്ധിമുട്ടുന്നു. കൈജു നമ്പർ 8 അയാളെ നിലത്തേക്ക് വലിച്ചെറിയുന്നു. മുകളിൽ നിന്ന് ഇതെല്ലാം ഷിനോമിയ കണ്ണീരോടെ നിരീക്ഷിക്കുന്നു. കഫ്ക ഒരിക്കലും തന്റെ പിതാവിനെ കൊല്ലുകയില്ലെന്ന് വിശ്വസിക്കുവാൻ അവൾ തീരുമാനിക്കുന്നു. അവൾ അവനോട് കണ്ണുകൾ തുറക്കുവാൻ വിളിച്ചു പറയുമ്പോൾ കഫ്ക തന്റെ ശരീരത്തിന്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ കൈജു നമ്പർ 8 അവനെ അതിനുവേണ്ടി അനുവദിക്കുന്നില്ല. ഇഷാവോയ്ക്കെതിരെയുള്ള മാരകമായ പ്രഹരത്തിന് നമ്പർ 8 പിന്നോട്ടു പോകുമ്പോൾ കഫ്ക തന്റെ ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നു. ഡയറക്ടർ ജനറൽ തന്റെ പ്രതീക്ഷകളെല്ലാം കൈവിടുന്നു. അപ്പോൾ കഫ്ക മീനയെക്കുറിച്ച് ചിന്തിക്കുന്നത് വരെ അവൻ ഇരുട്ടിൽ മുങ്ങി താഴുകയാണ്. അവന്റെ മനസ്സിനുള്ളിൽ ഒരു വെളിച്ചം കാണുകയും അതിലേക്ക് കൈ നീട്ടുകയും ചെയ്യുന്നു. അപ്പോൾ കൈജു നമ്പർ 8 ഇഷാവോയ്ക്കെതിരെ തന്റെ അവസാനത്തെ പ്രഹരത്തിനായി തുടങ്ങുകയാണ്. എന്നാൽ കഫ്ക അവിടെ ഇടപെടുകയും കൈജു നമ്പർ 8ന്റെ മുഷ്ടി ചുരുട്ടി സ്വന്തം നെഞ്ചിൽ തന്നെ ആ പ്രഹരം നടത്തുകയും ചെയ്യുന്നു. ആ സമയം അവിടെയെല്ലാം രക്തം ചീറ്റുന്നു. അപ്പോൾ അവന്റെ കൈജുവിന്റെ മുഖം ഭാഗികമായി ചിതറിപ്പോയതിനാൽ താൻ കൈജു നമ്പർ 8 അല്ല, അവൻ കഫ്ക ഹിബനോയാണെന്ന് പറയുന്നത് ഇഷാവോ നിശബ്ദമായി നോക്കി നിൽക്കുന്നു. അപ്പോൾ കഫ്കയെ തീർക്കുന്നതിനായി അവിടേക്ക് വരുന്ന ഫസ്റ്റ് ഡിവിഷൻ ക്യാപ്റ്റനായ നാറുമിയോട് ഡയറക്ടർ ജനറൽ അവിടെ നിന്ന് മാറി നിൽക്കുവാൻ ആജ്ഞാപിക്കുന്നു.
കൂടാതെ ഇഷാവോ മെഡിക്കൽ ടീമിനോട് കൈജു നമ്പർ 8-നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവാനും പറയുന്നു. അപ്പോൾ നാരൂമി കാഫ്കയെ എന്ത് ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇഷാവോയോട് ചോദിക്കുന്നു. ശേഷം അവരൊരു യോഗം കൂടുകയും കാഫ്കയുടെ വിധി തീരുമാനിക്കുവാൻ മുതിർന്ന ഉദ്യോഗസ്ഥർ വീണ്ടും ഒത്തുകൂടുകയും ചെയ്യുന്നു. കാഫ്ക പ്രവർത്തിച്ചിരുന്ന 3rd ഡിവിഷന്റെ കമാൻഡിംഗ് ഓഫീസറായ മീന ആഷിറോയോട് കാഫ്കയെക്കുറിച്ചുള്ള അവളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു. എന്നാൽ അവൾ പറയുന്നതൊന്നും അവരുടെ തീരുമാനത്തെ ബാധിക്കില്ലെന്നും അവളെ അറിയിക്കുന്നു. ഒരു ഓഫീസർ എന്ന നിലയിലും കൈജു നമ്പർ 8 എന്ന നിലയിലും കാഫ്ക ആരെയും ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ലെന്നും മറിച്ച് എല്ലാവരെയും രക്ഷിച്ചിരുന്നതായും അവൾ അവരോട് പറയുന്നു. 0% കോമ്പാറ്റ് ഫോഴ്സ് ഉണ്ടായിട്ടും 12 തവണ ഡിഫൻസ് ഫോഴ്സ് പരീക്ഷയിൽ പരാജയപ്പെട്ടിട്ടും കാഫ്ക ഡിഫൻസ് ഫോഴ്സിൽ ചേരുക എന്ന തന്റെ സ്വപ്നം ഉപേക്ഷിച്ചിരുന്നില്ലെന്നും മീന പറയുന്നു. ഒരു കൈജുവിന്റെ ആക്രമണത്തിൽ തന്റെ പൂച്ച മരിച്ച ദിവസവും അന്ന് കാഫ്ക അവൾക്ക് നൽകിയ ആശ്വാസവും ഓർത്തപ്പോൾ അവൾ താൽക്കാലികമായി അവളുടെ വാക്കുകൾ നിർത്തുന്നു. ശേഷം കാഫ്കയ്ക്ക് മറ്റാരേക്കാളും മനുഷ്യത്വമുണ്ടെന്ന് അവൾ പറയുന്നു. കാഫ്കയെ നിർവീര്യമാക്കണമെന്ന് ഉറച്ച തീരുമാനമെടുത്ത മറ്റ് ഉദ്യോഗസ്ഥർ മീനയെ ആ സമയം അവിടെ നിന്ന് പറഞ്ഞുവിടുന്നു. എന്നാൽ തീരുമാനം ഡയറക്ടർ ജനറലായ ഇഷാവോയ്ക്ക് വിട്ടു നൽകുന്നു. തുടർന്ന് മറ്റൊരിടത്ത് കാഫ്ക ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് സെന്ററിൽ സുഖം പ്രാപിക്കുന്നത് കാണിക്കുന്നു. മീനയോടൊപ്പമുള്ള അവന്റെ പഴയ ഓർമ്മകൾ അവൻ സ്വപ്നം കാണുന്നു. അപ്പോൾ നേരത്തെ നടന്ന പോരാട്ടത്തിൽ സ്വയം ആക്രമിച്ചത് താനൊരു കൈജു അല്ല, മറിച്ച് ഒരു മനുഷ്യനായി മരിക്കുവാനാണോ എന്ന് ഒരു ശബ്ദം കാഫ്ക കേൾക്കുന്നു. അവൻ കണ്ണുകൾ തുറക്കുമ്പോൾ തന്റെ കട്ടിലിന് അരികിൽ ഒരു കസേരയിലിരിക്കുന്ന ഇഷാവോയെ കാണുന്നു. കാഫ്കയ്ക്ക് പെട്ടെന്ന് ആശ്വാസമാകുന്നു. അതവൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് ഇഷാവോ മരിച്ചിരുന്നെങ്കിൽ ഷിനോമിയെ കാണുവാൻ അവന് കഴിയുമായിരുന്നില്ല. മനുഷ്യനായിരുന്നെങ്കിൽ കാഫ്ക മരിക്കുമായിരുന്നു എന്ന് ഇഷാവോ വ്യക്തമായി പറയുന്നു. കാഫ്ക ഒരു കൈജു ആണ്, പക്ഷെ അവൻ ഒരു ശത്രുവാണോ എന്ന് അവർ പിന്നീട് തീരുമാനിക്കും. തൽക്കാലം കൈജു നമ്പർ 8 ആയി കാഫ്ക മനുഷ്യർക്കൊപ്പം പോരാടുമെന്ന് ഇഷാവോ ആ യോഗത്തിൽ പറയുന്നു. മറ്റു ഉദ്യോഗസ്ഥർ ഇതിന് എതിരാണെങ്കിലും ഇത് ഡയറക്ടർ ജനറൽ ഇഷാവോയുടെ തീരുമാനമാണ്. അമാനുഷികമായ ഭീഷണികളോട് പോരാടുവാൻ അമാനുഷികമായ വഴികൾ ആവശ്യമുണ്ടെന്ന് ഇഷാവോ പറയുന്നു. ഇനി കാഫ്കയാണ് തന്റെ കഴിവ് തെളിയിക്കേണ്ടത്. തന്നെ ഒരു ഡിഫൻസ് ഫോഴ്സ് ഓഫീസറായി കരുതണമെന്നവൻ ഇഷാവയോട് ആവശ്യപ്പെടുന്നു. കാഫ്കയെ വെറുതെ വിടാനുള്ള വാർത്തകൾ ലഭിക്കുമ്പോൾ കാഫ്കയുടെ സുഹൃത്തുക്കൾ അത് ആഘോഷിക്കുന്നു. അപ്പോൾ കൈജു നമ്പർ 9-നെ കാണിക്കുന്നു. അത് മനുഷ്യരാശിയുടെ സാധ്യതകളെക്കുറിച്ച് തന്റെ വിലയിരുത്തലുകൾ പൂർത്തിയാക്കിയതിനു ശേഷം തന്റെ അടുത്ത നീക്കത്തിനായി തയ്യാറാകുകയാണ്. മനുഷ്യരുടെ കരങ്ങളിലേക്ക് വഴുതി വീണ കൈജുകളുടെ ശക്തി വീണ്ടെടുക്കുവാനുള്ള സമയമാണിത്. അത് അടിവരയിട്ടുകൊണ്ട് എപ്പിസോഡ് തീരുന്നു. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോകൾ മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.